ബോസ് ഹൗസിൽ വൻ അടി. നിവിനും ഷാനവാസും തമ്മിൽ രാവിലെ വൻ അടി. റന ഫാത്തിമയുടെ പുറത്ത് കയറിക്കിടന്ന ആര്യൻ. അപ്രതീക്ഷിതമായി പ്രവീൺ പുറത്തായി. മസ്താനി ഉദ്ദേശിച്ച പോലെ തന്നെ പുറത്തായി. നമസ്കാരം, ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. ഈ ലാലേട്ടന്റെ ഇന്നലത്തെ ഈ എപ്പിസോഡില് നമ്മൾ പ്രതീക്ഷിച്ച ഒരാളെ ഉള്ളൂ, മസ്താനി പുറത്തു പോകേണ്ട ആളാണ്, അല്ലെങ്കിൽ പുറത്തു പോകാൻ ജനം ആഗ്രഹിച്ച ഒരു ആളാണ്. പക്ഷെ പ്രവീണിന്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പ്രവീൺ എന്തുകൊണ്ട് പുറത്തായി എന്നുള്ളത് എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാര്യമായ ടാസ്കുകളോ അല്ലെങ്കിൽ ഒരു ഗെയിമറോ ഒന്നും അല്ല, ഗെയിം ഒന്നും അവിടെ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും ശരി, വന്ന വൈൽഡ് കാർഡിലെ 2 പേരെയാണ് ലാലേട്ടൻ പിടിച്ച് പുറത്താക്കിയേക്കുന്നത്. മസ്താനിയെ പുറത്താക്കുന്നതിന് കാരണം, മസ്താനിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ ഒനിയലിന്റെ പ്രശ്നം, ശരിക്കും പറഞ്ഞാൽ ഒനിയലിനെ രക്ഷിച്ചത് ലക്ഷ്മിയല്ലേ. ലക്ഷ്മി ഈ ഒരു ഇഷ്യൂസ് വന്നില്ലെങ്കിൽ ഒനിയലിന്റെ വ്യക്തിത്വ പോയനെ, കുടുംബാന്തം ചിലപ്പം വിടുതലുണ്ടായനെ, സമൂഹത്തിൽ ഇറങ്ങുമ്പം ഒരു സ്ത്രീയെ കയറി പിടിച്ചവൻ എന്നുള്ള ദുഷ്പേരും വന്നില്ല. പക്ഷെ അത് രക്ഷിച്ചത് ലക്ഷ്മി തന്നെ. ആ ലക്ഷ്മി എടുത്ത കോലാഹലം ഉനിയലിന് ഗുണമായി. അതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ ഉനിയലിന്റെ കൺഫെഷൻ റൂമിലെ ഒരു മനസ്സ് തുറന്നുള്ള ഒരു പറച്ചിലും ആ കരച്ചിലും, അത് ബിഗ് ബോസിനും ജനം ഏറ്റെടുത്തതിന്റെയും തെളിവുകളാണ്. മസ്താനിയെ തന്നെ പുറത്താക്കിയതാണ്. മസ്താനി ഈ വന്ന് കയറി ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ കലപരപരലാ കൂട്ടുന്ന റന ഫാത്തിമ ഏറെ നേരത്തിൽ ഒരു ജീവിയെന്ന് പറയുന്നത്. പക്ഷെ അതിനെ കടത്തി വിട്ടുന്ന പ്രശ്നങ്ങളുമായിട്ട് വന്ന ഒരാളാണ് ഈ മസ്താനി ഏതായാലും മസ്ത് കാണിക്കാതെ പോയി, സന്തോഷം. പക്ഷെ പ്രവീണ് പോയതിൽ എനിക്ക് ചെറിയൊരു നിരാശയുണ്ട്. പ്രവീണിന് അടുത്ത ആഴ്ച എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നു, അയ്യോ പ്രവീണെ അവിടെ പ്രവീൺ കാണത്തില്ലല്ലോ എന്നും പറഞ്ഞ് വിക്കറ്റ് കാർഡ് കാണിക്കുമായിരുന്നു. ഒരു പരിധിവരെ പ്രവീണിനപ്പുറം പോകേണ്ട ആൾക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. എന്തായാലും ശരി, വൈൽഡ് കാർഡിനെയാണ് 2 പേര് പുറത്താക്കുന്നത്. രാവിലത്തെ അടി എന്ന് പറഞ്ഞ് എന്തോ അടിയെ മുടിഞ്ഞടി നടക്കുക. ഈ നെവിന്റെ പരിപാടി എന്ന് പറയുന്നത് കിച്ചണിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് നെവിന്റെ പരിപാടി. നെവിൻ എന്തോ എടുത്ത് കഴിക്കുന്നു. ഷാനവാസ് പോയി തട്ടിത്തെറിപ്പിക്കുന്ന ആ കപ്പൊക്കെ പൊട്ടി, പ്രോപ്പർട്ടീസ് ഒക്കെ പൊട്ടി ചെതറി പോകുന്ന ഒരു കാഴ്ച. ബിഗ് ബോസ് സീസൺ 4 മറ്റോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഇത് ഏത് രീതിയിൽ ബിഗ് ബോസ് എടുക്കും എന്ന് കണ്ടറിയണം. ചിലപ്പോ പഴയ സംഭവത്തിൽ എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രവണത നിലപാട് സ്വീകരിക്കുമോ മറ്റൊന്നിനും സ്വീകരിക്കുമെന്ന് പറയുന്നില്ല. ഇന്നലെ നെവിനാണ് ഇപ്പോൾ പ്രശ്നകാരനായിട്ട് വരുന്നത്. നെവിൻ ആര്യന്റെ വെട്ടി കിടക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ചവിട്ടുന്നു, പിടിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം നെവിൻ അവിടെ നിന്ന് മാറി കഴിയുമ്പോൾ ആര്യന്റെ ക്ഷീണം വന്ന് കിടക്കാൻ വരുമ്പോൾ റന ഫാത്തിമ തമാശന് കയറി കിടന്നതാണ്. പക്ഷെ ഇവൻ കാക്കാശിന് വിവരമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ശരി, അങ്ങനെ ഒരു സ്ത്രീയോട് അത് കാണിക്കുന്നതായിരുന്നു. അങ്ങനെ റനയുടെ പുറത്തേക്ക് കയറി കിടന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ശരി, അതും ഒരു വൃത്തികെട്ട ഒരു പരിപാടിയായി പോയി. റന ഫാത്തിമ പിന്നെ കരയുന്നൊക്കെ ഉണ്ട്. ഈ റന കാണിച്ചതും വൃത്തികേടാണ്. മറ്റൊരാളുടെ ബെഡിൽ കയറി അങ്ങനെ കിടക്കുന്നു. നെവിനെ മാറ്റിയിട്ട് കിടക്കാൻ വരുമ്പോൾ അത് ചെയ്തതും ഒരുപക്ഷെ തെറ്റായിരിക്കും. പക്ഷെ എന്തായാലും ശരി, ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് ചില കൊടുത്തു കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ ചോദ്യം ചെയ്യാൻ ഈ ആര്യൻ റന ഫാത്തിമ വിഷയം, നെവിൻ, ഷാനവാസ് ചില സമയങ്ങൾ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യകാലങ്ങളിലുള്ള മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല. ഇപ്പൊ നെവിന് എന്തോ കാര്യമായ ഗുരുതരമായ പ്രശ്നം നെവിൻ കാണിച്ചുകൊണ്ടായിരിക്കണം ഷാനവാസ് ചെയ്തത്. നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും ശരി, വരുന്ന മണിക്കൂറുകൾ മറ്റ് ഡേറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കി കാണാം. നന്ദി, നമസ്കാരം.